നമ്മൾ വീണ്ടും കളമശ്ശേരിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. FACT നിന്ന് തൃശ്ശൂരിലേക്ക് വളം കൊണ്ടുപോവുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. ട്രെയിൻ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെടുന്ന നിലയാണ്. മുബഷീർ P. അക്ബർ ഉണ്ട്. മുബഷീർ, ഇലക്ട്രിക് പോസ്റ്റിൽ ഉൾപ്പെടെ ഇടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആളപായമില്ലാത്തത് ആശ്വാസകരം തന്നെ. ഇപ്പോൾ ഇതിന്റെ ബോഗി മാറ്റാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലാണ്? തലനാരിഴക്കാണ് വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നത്. ആളപായമില്ലാത്തത് വലിയ ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മറ്റു സർവീസുകളെ ബാധിക്കുന്ന രീതിയിലുള്ള അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളൊന്നും കണ്ട് പാൻ ചെയ്താൽ നമുക്ക് കാണാം. ആ ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത്. സാധാരണഗതിയിൽ പോകുന്ന ഷെഡിംഗ് സമയത്ത് പോകുന്ന റെയിൽ പാളത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇത് തെന്നി മാറിയതാണ് അപകടത്തിന് കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ള റെയിൽവേ അധികൃതർ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സമയം 5:30 തന്നെ ഇത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ട്. അതിന്റെ സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വിഭാഗത്തേക്ക് ഉൾപ്പെടെ പോകുന്ന ട്രെയിൻ സർവീസുകൾ ഇത് ബാധിക്കുമെന്നതിനാൽ വളരെ വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ തന്നെയാണ് റെയിൽവേ ഇപ്പോൾ വളരെ വേഗത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തു കൂടി കടന്നു വരുന്ന വളം കൊണ്ടുപോകുന്ന വസ്തുക്കൾ ആയിട്ട് വരുന്ന ഗുഡ്സ് ട്രെയിനാണ് ഇവിടെ ഉണ്ടായിരുന്ന അതിന്റെ ഒരു പാർശ്വഭിത്തിയും ഇടിച്ചു കയറി മറ്റൊരു ഭാഗത്തേക്ക് കടന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ട്. സാർ, ഈ സംഭവം എങ്ങനെയായിരുന്നു സാർ? ഇത് ഷണ്ടിങ് നടക്കുന്ന സ്ഥലമാണ്. ഷണ്ടിങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് തെന്നിമാറിയതെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാലേ അറിയാൻ കാണാൻ പറ്റത്തുള്ളൂ. സമയത്തിനുള്ളിൽ ഇത് ശരിയാക്കാൻ പറ്റുന്ന പറഞ്ഞു നമ്മുടെ ഓഫീസ് ലെവലിലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരോട് നിങ്ങൾ ബന്ധപ്പെടാനാണ് കൂടുതൽ നല്ലത്. നമുക്ക് ജീവനക്കാർക്ക് മറ്റു പ്രശ്നം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. കുഴപ്പമില്ല. നിങ്ങൾ ഓഫീസർമാരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സീനിയർ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തുമെന്നുള്ളതാണ് ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. വിനീത, എന്തായാലും വളരെ വേഗത്തിൽ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകുന്നതിന് ചെറിയ നിയന്ത്രണമുണ്ട്. അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ നടത്തുന്നത് കൊണ്ട് മാധ്യമങ്ങളെ ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. എന്തായാലും മറ്റു സർവീസുകളെ ബാധിക്കാത്ത രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റെയിൽവേ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വിനീത വേണം. അതാണ് ഇപ്പോൾ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതാണ്. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വൈകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഉടൻ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചതാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് പോവാം. മുബഷീർ വിവരങ്ങൾ നൽകും.